ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് ആട്ട വെച്ചിട്ട് അതിനായിട്ട് ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ റെസിപ്പികളൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ ആ ഒരു റോബസ്റ്റ പഴം നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ബീറ്ററോ അല്ലെങ്കിൽ ഫോർക്ക് അങ്ങനെയുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ഉടച്ചേർക്കുക. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കുമായിരിക്കും അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും എന്താ പറയുക കുറേ ദിവസം റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന്. കുറച്ച് ശർക്കര ഉരുക്കിയത് ഒരു കാലല്ല 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഉരുക്കിയ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കൂട്ടുകയും വേണം. പിന്നെ ആട്ടയുടെ അളവ് അപ്പോൾ അതുപോലെ കൂട്ടുകയും വേണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയത് അതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചെണ്ണ ഒന്നും അതിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു ടേബിൾ സ്പൂണോളം കണക്കാക്കി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടീസ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂണോളം നമ്മൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ. എന്തായാലും ഒരു ഡാർക്ക് കളർ വരും, എന്നാൽ പിന്നെ കൊക്കോ പൗഡർ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. ഒരു 1/2 ടീസ്പൂണോളം കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മളുടെ ആട്ടയല്ലേ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ കേട്ടോ. വീട്ടിലുള്ള ആട്ട ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കേക്ക് കഴിഞ്ഞ് കുറേ നാളായി സത്യം പറഞ്ഞാൽ ഞാൻ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കേക്ക് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുമില്ല, കഴിക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അത് ഒന്നിച്ചങ്ങ് ഇട്ട് കളയരുത്, കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു അളവ് അറിയാം. പല ബ്രാൻഡും പല രീതിയിലല്ലേ, നമുക്കിപ്പോൾ അതിൻ്റെ ഒരു അളവ് അറിയാൻ പറ്റത്തില്ല. ഒരുപാട് ഇപ്പോൾ ടൈറ്റ് ആകാനും പറ്റില്ലല്ലോ ബാറ്റർ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെയൊക്കെ ബാറ്റർ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, പക്ഷേ അതിനെക്കാട്ടി കുറച്ച് ടൈറ്റാക്കിയാണ് ഞാൻ ഇതിലെത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഒരു കപ്പ് ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കേക്ക് റെസിപ്പിയാണ് കേട്ടോ. മൈദ കൊണ്ടിട്ടല്ല, നമ്മൾ ആട്ട വെച്ചിട്ടാണ്. പിന്നെ പഞ്ചസാരയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും ചോക്ലേറ്റിൻ്റെ ചിപ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം. പെട്ടെന്ന് ഇപ്പോൾ ഒരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ മിക്സിങ് ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പറയില്ലേ കുറച്ച് ടൈറ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ ഒഴിക്കാം. ചൂടുള്ള പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ലൂസാക്കി ബാറ്റർ ആക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി ആഡ് ചെയ്യേണ്ട. ഞാനും കുട്ടികളും മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ഒരുപാടങ്ങ് ഉണ്ടാക്കിയാലും വേസ്റ്റായി പോകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അത് മതി, അത്രയും അധികം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂണോളം നമ്മളുടെ ലെമൺ ജ്യൂസ്, നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതേ ഉള്ളൂ. ഞാൻ മുട്ട ചേർക്കാതെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ എടുക്കുമ്പോൾ ഇനി അത് ബീറ്റ് ചെയ്യാൻ ഒരുപാട് സമയമൊക്കെ എടുക്കും. പിന്നെ അതുമല്ല, മുട്ടയില്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ മുട്ടയില്ലാതെ ഉണ്ടാക്കുമ്പോൾ ചിലവർ തൈര് ചേർക്കാറുണ്ട്, ചിലവരല്ല, മിക്കപ്പോഴും എല്ലാവരും തൈര് ചേർക്കാറുണ്ട്. ഇതിൽ ഞാൻ തൈരൊന്നും ചേർത്തിട്ടില്ല, എന്താവുമെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഞാൻ ബൗളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ തൂത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് മുകളിലൊക്കെ പൊങ്ങി വരില്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ വെച്ചിട്ട് വേണം. നമ്മൾ ഒരുപാടങ്ങ് കറിപ്പാത്രം മതി കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ കറിപ്പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഇപ്പോൾ ആദ്യമേ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു അലൂമിനിയത്തിൻ്റെ ചരുവോ എന്തെങ്കിലും ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്കൊരു റിങ് ഒക്കെ എടുത്ത് വെച്ചിട്ട്, ഇപ്പോൾ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. ഒരു അലൂമിനിയത്തിൻ്റെ ചരുവോ അലൂമിനിയത്തിൻ്റെ ഏത് പാത്രമായാലും മതി. അപ്പോൾ അതിലേക്കൊരു റിങ് ഒക്കെ ഇറക്കി വെക്കുക. എന്ന് വെച്ചാൽ നേരെ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അടി പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയാറുള്ള കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയൊരു അലൂമിനിയത്തിൻ്റെ ട്രേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതിലേക്ക് കൂടി ബാക്കിയുള്ളത് കൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്ത് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുഞ്ഞിൻ്റെ കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു കേക്കൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ പഞ്ചസാര കഴിക്കാനും വയ്യ എന്ന ഡയറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് പഞ്ചസാര ഒഴിവാക്കണം, പഞ്ചസാര കഴിക്കാൻ പാടില്ല, എന്നാൽ കേക്ക് കഴിക്കുകയും വേണം, എന്താ ചെയ്യുക, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ആയിരിക്കുകയും വേണം, അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി പഞ്ചസാര ഒട്ടും ചേർക്കണ്ട, അല്ലെങ്കിൽ ശർക്കരയും ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ഹണിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹണിയൊന്നും ഇല്ലാത്ത കാരണം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ശർക്കര ഒരിക്കൽ ചേർത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. റെസിപ്പി മീൻസ് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി. ഇങ്ങനെ അങ്ങ് ഇപ്പോൾ ഉണ്ടാക്കാറില്ല സത്യം പറഞ്ഞ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുന്നതും കൂടുതൽ ഞാനായിരിക്കും. അത് കാരണം ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല, കുട്ടികൾക്ക് പോലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. അതുകൊണ്ടിട്ട് ഇപ്പോൾ കേക്കിൻ്റെ എന്താ പറയുക, ഒന്നും കാണുന്നില്ല എന്ന് തന്നെ വെറൈറ്റി ആയിട്ട് പണ്ട് നേരത്തെ ഒത്തിരി കേക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിനകത്ത് ഒരുപാട് കേക്കിൻ്റെ റെസിപ്പികളൊക്കെ പല ടൈപ്പ് ക്രീം വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയും കഴിക്കുമ്പം നമ്മൾ അത്രയേറെ എന്താ പറയുക, നമ്മൾ ഷുഗർ ഉള്ളിലേക്ക് ചെല്ലുമല്ലേ. ഷുഗർ ഒരുപാട് കഴിക്കുന്ന ഒട്ടും ശരിയല്ല ആരോഗ്യത്തിന്. അതുകൊണ്ടിട്ട് പിന്നെ ഇപ്പോൾ അതൊക്കെ അങ്ങ് കുറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ, കുഞ്ഞിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15-20 മിനിറ്റിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും. ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 15-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ വീറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അതേ നോക്കി നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.